എല്ലാവർക്കും എൻ്റെ ഹരേ കൃഷ്ണ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, അതായത് നിങ്ങളുടെ വ്യക്തി എന്തുകൊണ്ടാണ് തേർഡ് പാർട്ടി ബന്ധം അവസാനിപ്പിച്ച് നിങ്ങളിലേക്ക് വരുന്നത്, അതായത് ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് എന്തുകൊണ്ടാണ് തിരികെ വരുന്നത് എന്ന് നമ്മൾ പരിശോധിക്കാൻ പോവുകയാണ്. എന്തുകൊണ്ടാണ് ആ ഒരു വ്യക്തി തേർഡ് പാർട്ടി ബന്ധം അവസാനിപ്പിച്ച് നിങ്ങളിലേക്ക് തിരികെ വരുന്നത് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഒരുപോലെ റെസണേറ്റ് ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ലൈഫിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം അട്രാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് എപ്പോൾ നിങ്ങൾ കാണുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നതായിരിക്കും, വാലിഡായിട്ട് വരുന്നതായിരിക്കും. കാര്യം എന്ന് പറയുന്നത് ഇതൊരു ടൈംലെസ് ജെൻഡർലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണ് കാണുന്നത് ആ ഒരു സമയത്തിന് നിങ്ങൾക്കിത് വാലിഡാവും. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയുടെ മുഖം ഒന്ന് ഓർക്കുക, വ്യക്തമായിട്ട് ആലോചിച്ചതിന് ശേഷം പ്രാർത്ഥിച്ചതിന് ശേഷം ഈ ഒരു റീഡിംഗ് കാണാൻ ശ്രമിക്കുക. എന്തുകൊണ്ടാണ് ആ ഒരു വ്യക്തി തേർഡ് പാർട്ടി ബന്ധം അവസാനിപ്പിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതെന്ന് നമുക്ക് നോക്കാം. എന്താണ് അതിന് വേണ്ടി കുറേ കാർഡുകൾ എടുത്ത് നോക്കാം. കുറച്ച് കാർഡുകൾ ആ ഒരു വ്യക്തിയുടെ എന്താണെന്ന് നോക്കാം. കുറച്ച് കാർഡുകൾ നമുക്കെടുത്ത് നോക്കാം. അതായത് നിങ്ങളുമായിട്ട് അവരൊരു പെട്ടെന്ന് നിങ്ങൾക്കായിട്ടൊരു തീരുമാനം എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അതായത് ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ വരുന്നതായിട്ടാണ് കാണുന്നത്. ചില കാര്യങ്ങൾ ഹീല് ചെയ്യുന്നതായിട്ടുണ്ട് ആ ഒരു വ്യക്തിക്ക്. അതായത് നിങ്ങളുമായിട്ട് കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ ആ ഒരു പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിച്ച് ഒരു പുതിയ വ്യക്തിയായിട്ട്, അതാണ് ഇവിടെ ഒരു റീബർത്ത് കാർഡ് വരുന്നത്, ഒരു പുതിയൊരു വ്യക്തിയായിട്ടായിരിക്കും ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു സമയത്ത് ആ ഒരു വ്യക്തി വളരെ ക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ് നിങ്ങളിലേക്ക് വരാൻ. ഒരു ഫേവറബിൾ ആയിട്ടുള്ളൊരു ടൈമിനായിട്ട് അവർ ക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്തമായ പല അനുഭവങ്ങളും ജീവിതത്തിലുണ്ടാവും. അതായത് നമുക്ക് എപ്പോഴും ദുഃഖം അല്ലെങ്കിൽ എപ്പോഴും സുഖം മാത്രമല്ല ഉണ്ടാകുന്നത്, സുഖ ദുഃഖ സമ്മിശ്രമാണ് ജീവിതം. അപ്പം നിങ്ങളുമായിട്ട് കഴിഞ്ഞ കാലത്ത് ഒരുപാട് വാക്കുതർക്കങ്ങളുണ്ടായി, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. അതായത് എന്നാലും നിങ്ങളുടെ വാല്യൂ അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ അടുത്തേക്ക് വന്ന് ഒരു പുതിയ ജീവിതം നിങ്ങളുമായിട്ട് കെട്ടിപ്പടുക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അത്രത്തോളം ആ ഒരു വ്യക്തി ഈ ഒരു കാര്യത്തിൽ ഒരു ഇൻറ്റൻഷൻ അവർക്കുള്ളതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ അവർ നിങ്ങൾക്ക് വേണ്ടി അവർക്ക് നിങ്ങളുടെ ആ ഒരു സ്നേഹം അവർക്ക്, ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, അവർക്കത് എങ്ങൊന്നും കിട്ടിയിട്ടില്ല. ആ ഒരു കെയറിങ് ഒന്നും നിങ്ങളില്ലാത്ത ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു പാഷനേറ്റ് ഇല്ല. ഇപ്പോൾ അവർക്ക് അവരുടെ ജീവിതത്തിനോടൊരു പാഷനില്ല. എല്ലാ കാര്യങ്ങളും അവരെന്ത് ചെയ്തിരിക്കുകയാണ് ആ ഒരു വ്യക്തി. നിങ്ങളുടെ ഹസ്ബൻഡാകാം, നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തിയാവാം, ആരുമാവാം, അവരതെല്ലാം ഡിവൈനിൽ അത് സറണ്ടർ ചെയ്തിരിക്കുകയാണ്. അതായത് അവർക്ക് പേടിയൊക്കെ ആയിരുന്നു നിങ്ങളിലേക്ക് വരാൻ, നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. പക്ഷേ ഇപ്പോൾ അവർ ഭയരഹിതമായിട്ട് മുന്നോട്ട് പോകാനാണ് താല്പര്യപ്പെടുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവർക്കൊരു പാഷനില്ല. ലൈഫിനെ പറ്റി ഒരു ആത്മവിശ്വാസം ഇല്ലാത്തൊരവസ്ഥയാണ് നിങ്ങളില്ലാതെ. അതായത് നിങ്ങളെല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്, ഒരു ഫ്രണ്ടിനെ പോലെ അവരെ കണ്ടിരുന്ന ഒരാളാണ്. അതുപോലെ ആ ഒരു വ്യക്തി തേർഡ് പാർട്ടി ബന്ധമൊക്കെ അവസാനിപ്പിച്ച് അവരിലേക്ക് തന്നെ അവരുടെ കരിയറിനെ ഫോക്കസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ ജീവിക്കണം, അവരുടെ ഒരു ഉന്നത വിജയം അവർക്ക് കൈവരിക്കണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. പുറമേ നിന്ന് ബന്ധത്തെ അവർ വിലയിരുത്തിയതായിട്ട് കാണുന്നുണ്ട്. അതായത് പുറമേ നിന്ന് മാത്രമല്ല, ഒരു പെട്ടെന്നൊരു തീരുമാനം നിങ്ങൾക്കായിട്ട് എടുത്തതായിട്ട് അവർക്കൊരു കുറ്റബോധമുണ്ട് നിങ്ങൾക്ക് വേണ്ടി. അതായത് കാര്യങ്ങൾ അവർ ശരിക്കും മനസ്സിലാക്കാതെയാണ് നിങ്ങളെ അവർ വിട്ടു പോയതെന്ന് ഇപ്പോൾ ഒരു തിരിച്ചറിവ് ആ ഒരു വ്യക്തിയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ അവരിപ്പോൾ എല്ലാം ഡിവൈനിൽ സറണ്ടർ ചെയ്തിരിക്കുകയാണ്, അവരുടെ ആ ഒരു വിഷമങ്ങളെല്ലാം. ഇവിടെ മൊറാലിറ്റി കാർഡാണ് ബോട്ടം ഓഫ് ദ ഡെക്ക് എന്ന് പറയുമ്പോൾ. അപ്പം ഈ ഒരു പുറമേ കാണിക്കുന്ന ഒരു വിശുദ്ധിയാണ്. അതായത് ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പെട്ടെന്നൊരു തിടുക്കം കാണിച്ചതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്കായിട്ട്.
കാര്യങ്ങൾ മനസ്സിലാക്കാതെ നിങ്ങളെ അവർ വലിച്ചെറിഞ്ഞതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് ഇറങ്ങിച്ചെല്ലണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഒരു മനസ്സ് കൊടുക്കണം എന്നാണ് അവർ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നത്. ഇതുവരെ ഒരു പാതി മനസ്സോടു കൂടിയാണ്. ഒന്ന് തേർഡ് പാർട്ടി ആണെങ്കിൽ മറ്റേ നിങ്ങൾക്ക് കുറച്ച് പോർഷൻ മാത്രം സ്നേഹം കൊടുത്ത് തേർഡ് പാർട്ടിക്ക് ബാക്കി കൊടുത്തു. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല, നിങ്ങളെ പൂർണ്ണ മനസ്സോടുകൂടി അവരെ സ്നേഹിക്കണം, അങ്ങനെയാണ് അവർ ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയത്ത്. അപ്പം ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അനാവശ്യ ചിന്തകളൊക്കെ ഒഴിവാക്കി ക്ഷമയോടുകൂടി നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നതാണ്. അവർ നിങ്ങൾക്കായിട്ടൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ അവർ തയ്യാറാകുന്നതായിട്ടാണ് ക്രിയേറ്റർ കാർഡ്. ഇത് കുട്ടികൾ ഇൻവോൾവഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കും. നിങ്ങൾക്ക് മക്കളുണ്ട്, അപ്പോൾ അവരുടെയൊക്കെ കാര്യങ്ങളും എല്ലാം അവർ നല്ലൊരു ഹസ്ബൻഡ് അല്ലെങ്കിൽ നല്ലൊരു പ്രണയിക്കുന്ന ഒരു വ്യക്തി, നല്ലൊരു അച്ഛനൊക്കെ ആയിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ അവർക്ക് താല്പര്യമുണ്ട്. അവർ തേർഡ് പാർട്ടിയുടെ മഹിമ കണ്ട് നിങ്ങളെ ഇട്ടിട്ട് പോയ വ്യക്തികളായിരുന്നു. പക്ഷേ അതൊക്കെ തെറ്റാണെന്ന് അവർക്കിപ്പം തോന്നുന്നുണ്ട്. നിങ്ങളുടെ പ്രാധാന്യം ആ ഒരു വ്യക്തി തിരിച്ചറിയുന്നുണ്ട്. അത്രത്തോളം നിങ്ങളുടെ പ്രാധാന്യം ആ ഒരു വ്യക്തി തിരിച്ചറിയുന്നൊരു സമയമാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അത്രത്തോളം ഒരു പ്രാധാന്യം ആ ഒരു വ്യക്തി തിരിച്ചറിയുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് പകരമാവാൻ ഒരു വ്യക്തിക്ക് സാധിക്കില്ല എന്നവർ ചിന്തിക്കുന്നുണ്ട്. അതായത് നിങ്ങളോട് കടുത്ത വിവേചനം കാണിച്ചതിൽ അവർക്ക് നല്ല ദുഃഖമുണ്ട്. നിങ്ങളോട് കടുത്ത വിവേചനം കാണിച്ചു, അതിലവർക്ക് നല്ല ദുഃഖമുള്ളതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെയാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുറച്ച് കാർഡും കൂടെ എടുത്ത് നോക്കാം. അവർ പ്രവർത്തിക്കാൻ സമയമായെന്നാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. അവർ ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്കായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കായിട്ടൊരു ആക്ഷൻ എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് ആ ഒരു വ്യക്തി. അത്രത്തോളം അവർ നിങ്ങൾക്കൊരു പ്രാധാന്യം കൊടുക്കുന്നൊരു സമയമാണ്. തേർഡ് പാർട്ടി അവരെ ഉപേക്ഷിച്ച് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളോട് അവർ ചെയ്തതിന് അവർക്ക് കുറ്റബോധമുണ്ട്. കാര്യം തേർഡ് പാർട്ടി അവർ ഒരുപാട് കള്ളത്തരങ്ങളൊക്കെ ചെയ്ത് പറ്റിച്ചൊരു വ്യക്തിയാവാം. അവർക്കൊരു കുറ്റബോധമുണ്ട്. നിങ്ങളോട് പെരുമാറിയതിന് ആ ഒരു വ്യക്തിക്ക് കുറ്റബോധമുണ്ട്. അവർക്കൊരു അന്തർബോധം ഉണ്ടായതായിട്ടാണ് കാണുന്നത് നമ്മുടെ ടേണിംഗ് ഇൻ കാർഡിലൂടെ. അതായത് അവർ ഇത്രയും നാളും എന്തിനെയോ തേടി അലഞ്ഞു, അത് സ്നേഹത്തെയായിരുന്നു. ആ ഒരു സ്നേഹം നിങ്ങൾക്ക് മാത്രമേ അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അവർ തിരിച്ചറിഞ്ഞു. അവർ കാര്യങ്ങളെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ ഒരു വ്യക്തി. അതുപോലെ തന്നെ ഈ ഒരു കാർഡുണ്ട്, അതായത് ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞ ഒരു കാർഡ്. അതായത് അവർ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറായതായിട്ടാണ് കാണുന്നത്. മെച്യൂരിറ്റി കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവർത്തിക്കാൻ സമയം. അവർക്ക് നിങ്ങൾക്കായിട്ടൊരു ആക്ഷൻ എടുക്കുന്നതായിട്ട് തന്നെയാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കാൻ ആ ഒരു വ്യക്തി തയ്യാറാവുന്നതായിട്ടാണ് കാണുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാർഡാണ്. ആ ഒരു വ്യക്തി നിങ്ങൾക്കായിട്ടൊരു തീരുമാനം എടുക്കാനായിട്ട് പോകുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മെച്യൂരിറ്റി കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ആ ഒരു വ്യക്തി നിങ്ങൾക്കായിട്ടൊരു തീരുമാനം എടുക്കാൻ പോകുന്നതായിട്ടാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങളെ അത്രയ്ക്കധികം അവർ മിസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. കാര്യം അവരുടെ ഒരു കംഫർട്ട് സോൺ എന്ന് പറഞ്ഞാൽ നിങ്ങളായിരുന്നു. തേർഡ് പാർട്ടിയൊന്നും അല്ലായിരുന്നു അവരുടെ കംഫർട്ട് സോൺ. അതായത് ഇപ്പോഴവരുടെ ഇൻഡ്യൂഷൻ പറയുന്നത് കേട്ടാണ് മുന്നോട്ട് പോകുന്നത്. നേരത്തെയൊക്കെ അവർ പലരും ഒക്കെ പറഞ്ഞായിരുന്നു, നിങ്ങളുടെ ബന്ധം തമ്മിൽ പിരിക്കാൻ വേണ്ടി പല വ്യക്തികൾ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴവരതൊന്നും കേൾക്കാതെ അവരുടെ ശാന്തി സമാധാനം കിട്ടുന്ന എന്താണോ അത് ചെയ്യാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അവരുടെ ഇൻഡ്യൂഷൻ എന്താണോ പറയുന്നത് അത് ചെയ്യാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അവർക്ക് ശാന്തി സമാധാനം കൊടുക്കുന്നത് നിങ്ങളാണ്. പക്ഷേ അത് തിരിച്ചറിയാൻ ആ ഒരു വ്യക്തിക്ക് കഴിഞ്ഞില്ല. അതിലവർക്ക് നല്ല കുറ്റബോധമുണ്ട് ആ ഒരു കാര്യത്തിൽ. അതുപോലെ തന്നെ തേർഡ് പാർട്ടി അവർ അന്ധമായിട്ട് വിശ്വസിച്ചിട്ട് ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് അവർക്കൊരു തിരിച്ചടിയാണ് കിട്ടിയത്. തേർഡ് പാർട്ടി അവരെ വഞ്ചിക്കുകയാണ് ചെയ്തത്. സ്നേഹം തേടി പോയതാണ്. പക്ഷേ പുറമേ കാണിക്കുന്ന ആ ഒരു പഞ്ചാര വർത്തമാനത്തിലൊക്കെ വീണ്, പുറമേ കാണിക്കുന്ന ആ ഒരു ഗോഷ്ടിയും കോപ്രായത്തിലുമൊക്കെ വീണ് പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ആ ഒരു വ്യക്തി. അതായത് അവർ എപ്പോൾ നിങ്ങളിലേക്ക് വരുമെന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അവരൊരു തീരുമാനം നിങ്ങൾക്കായിട്ട് എടുക്കുന്നതായിട്ടാണ് കാണുന്നത്.
അത് നിങ്ങളുടെ ഹസ്ബൻഡാകാം, വൈഫാകാം, നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തിയാകാം, ആരുമാവാം കേട്ടോ. നമുക്കൊരു കാർഡും കൂടെ എടുക്കാം. അതായത് ഇപ്പോൾ അവർ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടി. അതാണ് ഈ ഒരു റിസപ്റ്റിവിറ്റി എന്ന് പറഞ്ഞൊരു കാർഡ്. ശാന്തമായിട്ടിരിക്കുകയാണ് അവർ. ഓവർ ടെൻഷനൊന്നും അവർ കൊടുക്കുന്നില്ല. അവർ നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുള്ളതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു കാർഡിലൂടെ. അതുപോലെ തന്നെ അവരുടെ ഇൻഡ്യൂഷൻ എന്താണോ പറയുന്നത് അത് കേട്ട് മുന്നോട്ട് പോകാനാണ് ആ ഒരു വ്യക്തി ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ ബന്ധങ്ങളൊക്കെ നല്ല രീതിയിൽ പോകാൻ, നിങ്ങളെ മനസ്സിലാക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. അവർക്ക് നല്ല ലക്ഷ്യമുണ്ട് ഇപ്പം ജീവിതത്തിനെക്കുറിച്ച്. തേർഡ് പാർട്ടിയുടെ കയ്യിൽ അകപ്പെട്ടു പോയിട്ട് അവർക്ക് ലക്ഷ്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പം അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്വന്തമാക്കുക എന്നാണ്. നിങ്ങളെ മനസ്സിലാക്കേണ്ടിയിരുന്നു കുറേ കൂടെ. ഒരു എടുത്തുചാട്ടമായിപ്പോയി എന്നൊക്കെ ആ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെ ഉപേക്ഷിച്ച് പോയത് ഒരു എടുത്തുചാട്ടമാണെന്ന് ആ ഒരു വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. അതിലവർക്ക് കുറ്റബോധം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഒരു മായാലോകത്ത് അകപ്പെട്ട ഒരു വ്യക്തിയുടെ ഒരു സിറ്റുവേഷനായിപ്പോയി അവർ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം പോയ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ലുക്കൊക്കെ ഉണ്ടാകും, പക്ഷേ അവരുടെ സ്വഭാവം കൊള്ളില്ല. ഒരു ചീത്ത ഒരു വ്യക്തിയായിരുന്നു, അതവർ മനസ്സിലാക്കി. അല്ലെങ്കിൽ ഒരു വ്യക്തിപരമായ അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയാണ് ഈ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നതായിട്ട് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നത്. നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്നാണ് അവർ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നത്. അത്രത്തോളം ഈ ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക്. നിങ്ങൾക്ക് പകരമാവാൻ ആർക്ക് സാധിക്കില്ല എന്ന് ആ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അവരുടെ ആ ദേഷ്യവും ആ അഹങ്കാരവും ഒക്കെ അവരിപ്പം വെടിഞ്ഞതായിട്ട് കാണുന്നുണ്ട്. ഒരു പുതിയ ഒരു വ്യക്തിയായിട്ട് ആ ഒരു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്കൊരു കമ്മിറ്റഡ് ആയിട്ടുള്ളൊരു ഒരിക്കലും ഇനി ആ ഒരു വ്യക്തി നിങ്ങളെ വിട്ടു പോവാത്ത വിധം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളെ മനസ്സിലാക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു ബന്ധത്തിൻ്റെ ആഴം നിങ്ങൾക്ക് പകരമാവാൻ ആർക്കും പറ്റില്ല എന്നൊക്കെ. അതാണ് ഞാൻ വീണ്ടും അത് പറയുന്നത്. തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുമെന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം എൻ്റെ റീഡിംഗ് ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും നമുക്ക് മറ്റൊരു റീഡിങ്ങുമായിട്ട് കാണാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതെന്ന് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. കുറച്ച് വ്യക്തികൾക്കെങ്കിലും എൻ്റെ റീഡിംഗ് കൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒരു പ്രകാശം കിട്ടിയതായിട്ട് ഞാൻ കരുതിക്കോട്ടെ. അപ്പം വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെയും കൂട്ടാക്കാത്ത കൂട്ടുകാരൊക്കെ എൻ്റെ ചാനലൊന്ന് കൂട്ടാക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെയുണ്ട്, അതും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.